പ്രിയമുള്ളവരെ, നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചൂടുപിടിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ നോമിനേഷൻ സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രവർത്തനവും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഭവനങ്ങളിലേക്ക് വോട്ട് ചോദിച്ച നിരന്തരമായിട്ട് കയറിയിറങ്ങും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വന്ന നിരത്തിയ വാഗ്ദാനങ്ങളെല്ലാം മറന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നേരെ കണ്ണടയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്, മൗനം പാലിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദു സമാജത്തോടാണ്, ഹൈന്ദവ കുടുംബങ്ങളോടാണ്. നമ്മുടെ കേരളത്തിൽ വിശേഷിച്ച് നാം എടുത്തു പറയേണ്ടത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുടെ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കലവറയായിട്ടുള്ള, കേന്ദ്രബിന്ദുവായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ എടുത്തു പറയേണ്ട ഒരു ജില്ല തന്നെയാണ് മലപ്പുറം ജില്ല. സ്നേഹത്തിൻ്റെ സങ്കേതമാണ് മലപ്പുറം ജില്ല എന്നൊക്കെ നമുക്ക് പറയുവാൻ എളുപ്പമാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ സങ്കേതമായിട്ട് തന്നെ കേരളത്തിൻ്റെ 14 ജില്ലകളും നീണ്ടു നിവർന്ന് നിൽക്കുമ്പോൾ ആ ജില്ലകളിലൊക്കെ ഭീകരവാദത്തിൻ്റെ നാമ്പുകൾ അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ വിത്തുകൾ മുളപൊട്ടി വൻ വൃക്ഷങ്ങളായിട്ട് മാറുന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക്, ഹിന്ദു കുടുംബങ്ങളിലേക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്ന സ്ഥാനാർത്ഥികളോട്, ആ സ്ഥാനാർത്ഥികളെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഹിന്ദു കുടുംബങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വയ്ക്കേണ്ടതായിട്ടുള്ള ചില ആവശ്യങ്ങളുണ്ട്, ചില ഡിമാൻഡുകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുവിന് ഡിമാൻഡുകൾ ഉണ്ടാവണം. ആ ഡിമാൻഡ് എന്ന് പറയുന്നത് ലവ് ജിഹാദ് എന്ന വിഷയത്തോട് നിങ്ങളുടെ നിലപാട് എന്താണ്? ഈ നാട്ടിൽ നിരന്തരമായിട്ട്, ഈ നാട്ടിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനത്തിനെതിരായിട്ട് നിങ്ങളുടെ നിലപാട് എന്താണ്? ഏകീകൃത സിവിൽ കോഡ് എന്ന വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ നാട്ടിൽ എല്ലാവർക്കും ഒരേ നീതിയും ഒരേ നിയമവും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തു നിലപാട് സ്വീകരിക്കാൻ സാധിക്കും? ഈ നാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം നിങ്ങൾ മുന്നോട്ട് പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന മതഭീകരതയുടെ വെല്ലുവിളി എത്രത്തോളം തീക്ഷ്ണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക്, ആ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ മുന്നിലെത്തിച്ച രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഹിന്ദു സമാജമെന്ന ഇവിടുത്തെ ദേശീയ ജനതയ്ക്ക് വേണ്ടിയിട്ട് എന്തു നടപടി, ഏതൊക്കെ തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർജവമുണ്ട്? നാളിതുവരെ മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് മുട്ടിരന്ന് യാചിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ കണ്ടു പരിചയമുള്ള കേരളത്തിന്റെ ഹൈന്ദവ സമൂഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ, ആസന്നമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ട്, ഒരു മനസ്സായിട്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, തുറന്നു പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദു സമാജത്തിന്റെ കെട്ടുറപ്പിനെ കുറിച്ച്, ഹിന്ദു സമാജത്തിന്റെ ഉണർന്ന ദേശീയ ബോധത്തെ കുറിച്ച്, ഈ നാടിനോട് താല്പര്യമുള്ള ദേശീയ ജനതയുടെ അഭിപ്രായത്തെ കുറിച്ച് കൃത്യമായിട്ട് ഒരു സന്ദേശം നൽകാനെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ സന്ദേശം നൽകാനെങ്കിലും നമുക്ക് സാധിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളിതുവരെ കേരളത്തിന്റെ ഹൈന്ദവ സമൂഹത്തെ പറഞ്ഞു പറ്റിച്ചവരാണ് എന്ന് തിരിച്ചറിഞ്ഞ കേരളത്തിന്റെ ഹിന്ദു സമൂഹം, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട് നിലമ്പൂരിലെ ഹൈന്ദവ സമൂഹത്തോട് നമുക്ക് പറയുവാനുള്ളത്, അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് പറയുവാനുള്ളത്, തീർച്ചയായിട്ടും ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥികളോട്
അല്ലെങ്കിൽ ചില ഡിമാൻഡുകൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലോട്ട് കൃത്യമായിട്ട് നമുക്ക് വയ്ക്കുവാൻ സാധിക്കണം. ഈ കേരളത്തെ ദേശവിരുദ്ധതയുടെ സങ്കേതമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള സകല രാഷ്ട്രീയ പാർട്ടികളും കൈകോർത്ത് പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. എത്രയെത്ര മത ഭീകര സംഘാംഗങ്ങളായിട്ടുള്ള മത തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. ഈ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോലും ഭീകരവാദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, മതഭീകരവാദികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ നിന്നാണ് ആളുകൾ പോയത് എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഈ കേരളം എത്രത്തോളം അപകടഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയുമ്പോൾ, ഇനിയും ഇത്തരത്തിലുള്ള ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന നിലപാടുകളുമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുമ്പോൾ നാം അവരുടെ മുന്നിൽ ചോദ്യങ്ങൾ ചോദിക്കാതെ പോയാൽ, നമ്മളുടെ ആവശ്യങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താതെ പോയാൽ, അവരോട് കൃത്യമായിട്ടുള്ള ഡിമാൻഡുകൾ വയ്ക്കാതെ പോയാൽ ഈ കേരളം നമുക്ക് അന്യമാകുന്ന സാഹചര്യം വിദൂരത്തിലല്ല എന്ന് നാം തിരിച്ചറിയുകയാണ്. ഈ കേരളത്തിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഹൈന്ദവ തലമുറയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിൽ, ജീവിക്കാൻ സാധിക്കാത്ത തരത്തിൽ മതഭീകരത കരുത്താർജിച്ചു വരുമ്പോൾ നാം ഇനിയെങ്കിലും ഹിന്ദു സമൂഹത്തിൻ്റെ ഐകകണ്ഠേനയുള്ള ഒരു ഒറ്റ മനസ്സായിട്ടുള്ള പ്രതിഷേധത്തിന്റെ സ്വരമുയർത്താൻ സാധിക്കണ്ടേ? ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ ജനിച്ചു വീണ ഈ നാട്ടിൽ നമ്മുടെ പൗരാണികർ മതപരിവർത്തനത്തിന് വഴങ്ങാതെ പ്രാണൻ വിട്ടകലുമ്പോഴും ഈ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ സനാതന ധർമ്മവിശ്വാസിയായിട്ട് എൻ്റെ തലമുറ നിലനിൽക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ചരിത്രത്തിന്റെ ഭാഗമായി എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വരും തലമുറയെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ട് നാം ഇന്ന് ആ ചരിത്ര ദൗത്യം ഏറ്റെടുക്കണ്ടേ? അത് പറയുവാൻ വേണ്ടിയിട്ട് നാം തയ്യാറാകണ്ടേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ആസന്നമായിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഹൈന്ദവ കുടുംബങ്ങളിലേക്ക് എത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോട്, സ്ഥാനാർത്ഥികളോട് ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികളാണ് ഹിന്ദു സമാജത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്, സമ്പൂർണമായിട്ടുള്ള ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഈ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഈ സമാജത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്ന്, നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ട്, പരസ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകണമെന്ന് ആത്മാർത്ഥതയോട് കൂടിയിട്ട്, അഭിമാനബോധത്തോടു കൂടിയിട്ട്, തൻ്റെ ഇടത്തോടു കൂടിയിട്ട്, ആർജവത്തോടു കൂടിയിട്ട് നാം പറയാൻ തയ്യാറാകണം. അങ്ങനെ ഒരു പുതിയ തുടക്കം നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ഹിന്ദു സമൂഹം വളരെ ആർജവത്തോടെ തുടങ്ങി വച്ചാൽ വരും കാലങ്ങളിൽ കേരളത്തിൽ ഹൈന്ദവ സമാജത്തിന്റെ ശക്തമായിട്ടുള്ള ശംഖുലിയായിട്ട് ഈ തീരുമാനം മാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഹൈന്ദവ ഭവനങ്ങളുടെ മുന്നിൽ ലവ് ജിഹാദിനെതിരായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ഹിന്ദു സമാജത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രം വോട്ട് ചോദിച്ചാൽ മതി എന്നുള്ള പോസ്റ്റർ പതിച്ചാൽ പോലും തെറ്റില്ല എന്നുള്ളതാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ നിലപാട്. ഹിന്ദു സമാജത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനിയും നാം നിലപാട് സ്വീകരിക്കാതെ മുന്നോട്ട് പോയാൽ വരും തലമുറയ്ക്ക് ഈ നാട് എന്നും അന്യമായി തീരും എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത്. എല്ലാ സനാതനധർമ്മ വിശ്വാസികൾക്കും ഇത്തരത്തിലുള്ള ഒരു ആർജവത്തോടു കൂടിയുള്ള ഒരു നിലപാടെടുക്കുവാൻ വേണ്ടിയിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വയ്ക്കുന്നു. നന്ദി, നമസ്തേ.